Bim, 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 bim. 안녕하십니까? It's massive. Alright, what should everybody do right now? Subscribe to this YouTube channel. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അറിയിപ്പുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വേറൊരു ഷിപ്പ് ട്രൈ ചെയ്തിട്ടാണ് ഈ സ്റ്റോറി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് കയറി മറ്റേ ഷിപ്പിടുമോ മറിച്ച ഷിപ്പിടുമോ ഞാൻ ഇടാണ്ടൊന്നും ഇരിക്കത്തില്ല, ഇടും. ബട്ട് അതിൻ്റെ കൂടെ ഇതും കൂടി ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ ചിലപ്പോൾ ഞാൻ വില്ലനൈസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോറി ഉണ്ടാവുക. അത് ജസ്റ്റ് സ്റ്റോറി ആയിട്ട് മാത്രം കാണുക, സ്റ്റോറിയുടെ പാർട്ടായിട്ട് മാത്രം കാണുക. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റൊമാൻസ് ആയിരിക്കില്ല ചില ഷിപ്പിന് വന്നിട്ടുണ്ടാവുക. അത് ആക്ച്വലി കഥയ്ക്ക് വേണ്ടിയിട്ടും കഥയുടെ ആ ഒരു എസെൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. സോ നിങ്ങൾ ഒഫൻഡായിട്ട് കാര്യമില്ല. ആൻഡ് സോ ഇത് ഒരു ജിക്കു കഫഫ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. സോ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഔട്ട്കം ഇതിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതൊരു ഡിസ്ക്ലെയിമറായിട്ട് കാണുക. ആഹാ, വരൂ കയറിയിരിക്കും. ഗിരിജെ, അവർക്ക് കുടിക്കാനെടുത്ത് വെക്ക്. ആ യാത്രക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഏയ് കുഴപ്പങ്ങളൊന്നുമില്ല. മോളെവിടെ? നാളെ കല്യാണമൊക്കെ അല്ലേ, അവരുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുകയായിരിക്കും. ഇപ്പൊ വിളിക്കാം. അയ്യോ വേണ്ട, നമ്മൾ അങ്ങോട്ട് പോയി കണ്ടേക്കാം. മോളെ ആന്റി, സുന്ദരി ആയിരിക്കണം. എന്ത് പറ്റി മോളെ, മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നേ? അത് ചേച്ചി, അവർ ചേച്ചി തിരക്കുന്നുണ്ട്, വേഗം ചെയ്തില്ലേ? അമ്മ, അവരോട് നിന്റെ രാമായണം ഇറക്കാനായിരുന്നു ചിന്ത. ഞാന് നിന്റെ അച്ഛനും കൂടി കഷ്ടപ്പെട്ട് നേടിയെടുത്തത് ഇതൊക്കെ. ഈ കല്യാണത്തിന് ചിലവ് എത്ര ബോധമുണ്ടോ നിനക്ക്? പക്ഷെ എനിക്ക് അയാൾ ശരിയല്ല അമ്മ. നിശ്ചയം കഴിഞ്ഞപ്പോഴേ അയാൾ എന്നെ ഭരിക്കാൻ വരുന്നത് എന്നെ വല്ലാത്ത രീതിയിലൊക്കെയാ നോക്കാറ്. എനിക്ക് കല്യാണം വേണ്ടമ്മ, പ്ലീസ്. ഞാൻ ജോലി ചെയ്ത് എവിടെയെങ്കിലും ഞാൻ പോയി നിങ്ങൾ ശല്യം ചെയ്യാതെ ജീവിച്ചോളാം. ആണുങ്ങളാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോ നമ്മളെ ഭരിക്കും, നമ്മളൊന്ന് നോക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നല്ല കുടുംബത്തിലുള്ള കുട്ടികൾ സഹിച്ചു നിൽക്കും. നാട്ടിൽ നമുക്ക് ഇത്തിരി പേരുണ്ട്, അത് നീ ആയിട്ട് കളഞ്ഞു കുടിക്കരുത്. നീ ജോലി ചെയ്ത് ജീവിക്കും, പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മ, ഇതിനു മുന്നേ അവളൊരു കല്യാണം കഴിച്ച് ഭാര്യ ഇട്ടിട്ട് പോയതല്ലേ. അയാളെ കൊണ്ട് തന്നെ എന്നെ എന്തിനമ്മ? ആൾക്ക് അപ്പൊ എന്താ പ്രശ്നമുള്ളതുകൊണ്ടല്ലേ? അവൾ ഏതൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാ. ആ ചെറുക്കൻ നമുക്ക് എന്ത് ചെയ്യാനാ പറ്റാ? പാവം. എന്നിട്ടും അത്ര വലിയ കുടുംബക്കാര് നമ്മളോട് സമ്പന്നം പുലർത്താൻ വന്നില്ലേ? അവിടെ പോയാൽ നിനക്ക് റാണിയായിട്ട് ജീവിക്കാൻ പറ്റും. നീ നക്കപ്പിച്ച ജോലി ചെയ്ത് എന്തുണ്ടാക്കാനാ? വേറെ ചെന്ന് പറഞ്ഞ് നാളെ 10:30 മൂട്ടാം. നേരത്തെ ഒരുങ്ങാനുള്ളതാ.
എന്റെ മോള് നല്ലോണം ജീവിക്കട്ടെ. എന്നെ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കൊണ്ടുവിട്ടിട്ട് എന്തിനാ ഇങ്ങനെ അഭിനയിക്കണേ? അതെ, എന്താ? അല്ല, നിശ്ചയത്തിന് ശേഷം നമ്മള് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അല്ല, നമ്മളുടെ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട്. എന്റെ പേരറിയാവോ? സഞ്ജയ്. ഈ വിദ്യ അത്ര അറിഞ്ഞാൽ മതി. നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. ആ മോളെ അല്ല അവനെവിടെ? കുളിക്ക. കേട്ടോ നായേ, ആ പഴച്ചവൾ ഓടിപ്പോയത് കൊണ്ടാ എന്റെ കുട്ടിക്ക് ഇവളെ കെട്ടേണ്ടി വന്ന്. പിന്നെ ഇവളുടെ അമ്മ 70 പവനും ഒരു കാറും തരാന്ന് പറഞ്ഞപ്പോ അതങ്ങ് വേണ്ടാന്ന് വെക്കാൻ പറ്റും? മറ്റവളുടെ അടുത്തുനിന്ന് 200 പവനാ നമ്മൾ വാങ്ങിച്ച്. ആ പിന്നെ പാവപ്പെട്ടവരായതുകൊണ്ട് നമ്മളത് കണ്ണടച്ചു കൊടുത്തു. പിന്നെ ഇവൾക്ക് ഇത്തിരി വിദ്യാഭ്യാസം കൂടി ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് എന്തായാലും ഇത്തിരി പഠിപ്പുള്ളത് നല്ലതാ. കുറച്ചുകൂടെ അടുക്കള കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തോളൂ. എനിക്ക് ഒട്ടും വയ്യ അമ്മേ, ഞാൻ പോയി കിടക്കട്ടെ. ഇന്ന് കിടപ്പൊക്കെ കൊള്ളാം, പക്ഷെ നാളെ തൊട്ട് വീട്ടു ജോലിക്ക് കയറിക്കണം. അടുത്ത അടുക്കള വരണം ഇനി നിനക്കാ. ശരി. അവിടുന്ന് തുടങ്ങിയ കരച്ചിലാണല്ലോ, ഇനി നിർത്താറായില്ല. അത് ആദ്യ രാത്രി തന്നെ അങ്ങ് മൂടെ വരികയായിരുന്നു. നിങ്ങളുടെ അമ്മ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? എന്റെ കുടുംബത്തെ പറ്റി എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? വന്ന് കേറിയില്ല, അപ്പോഴേക്ക് എന്റെ കുടുംബത്തിന്റെ മെക്കെട്ട് കയറാൻ തുടങ്ങിയല്ലേ. ഇപ്പൊ ഞാൻ ക്ഷമിച്ചേക്കാം, പക്ഷെ ഇനി എന്റെ അമ്മേനെ പറ്റി പറഞ്ഞേക്കരുത്. ഞാൻ പറയുന്നത് പോലും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. പറയുന്നത് സത്യമായിരിക്കില്ല, കാണാനും ഭംഗിയില്ല, സമ്പത്തും ഇല്ല. ഇപ്പൊ തന്നെ ആകെ 45 പവനാ ഇപ്പൊ നിന്റെ വീട്ടുകാർ തന്നെ. ബാക്കി 75 പവനും കാറ് ഇനിയും ബാക്കിയുണ്ട്. അതുവഴി ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഒന്നല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. എന്നുവെച്ച് എന്ന് വച്ചോ ഞാൻ. ഇനി നീ മിണ്ടിയ എന്റെ ഈ കൈ നിന്റെ മുഖത്തായിരിക്കും, മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. നീയാണ് ഉണ്ടാക്കി വെച്ചേ? അല്ലേലും കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേരൊക്കെ അങ്ങനെ രാവിലെ ആവുമ്പോ എഴുന്നേറ്റ് വീടിനുള്ള ഭക്ഷണം ഉണ്ടാക്കണം, വീട് വൃത്തിയാക്കണം, അങ്ങനെ അങ്ങനെ എത്ര കിടക്കുന്നു. സഞ്ജയുടെ അച്ഛനെ കെട്ടി അന്ന് തന്നെ പാത്രം കഴുകിച്ചും നെല്ലൊക്കെ കുത്തിച്ചിട്ടാ ആദ്യ രാത്രിയില് നമ്മുടെ മുറിയിൽ തന്നെ കയറ്റിയത്. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും സഞ്ജയ് എന്റെ വയറ്റിലുണ്ടെന്ന് അറിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അമ്മൂഷയുടെ കൂടെ ഞാൻ കുട്ടിയും കൂടെ വെച്ചു കൊടുക്കണം എന്നാണ്. വിദ്യ, ആ അമ്മേ, ഞാൻ നോക്കട്ടെ. വിദ്യ, എന്തേട്ടാ? എന്റെ കോട്ട് നീ എന്താ തേക്കാത്ത? ഇന്ന് എനിക്ക് ബിസിനസ് മീറ്റിംഗുള്ള കാര്യം അറിയില്ലേ? അയ്യോ, അതെനിക്കറിയില്ല. ഈ വൃത്തിയില്ലാത്ത കോട്ടിട്ട് ഞാൻ പോണെന്നാണ്. ഞാൻ തേച്ചുതരാം, 5 മിനിറ്റ് മതി. ഓ, ഇനി നീയായിട്ട് തേക്കണ്ട. എനിക്കറിയായിരുന്നു എന്റെ മോൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊല്ലാപ്പ് നീ ഒപ്പിക്കോന്ന്. അമ്മേ മിണ്ടാതിരിക്കടി. ഇതാ മോനെ, അമ്മ നേരത്തെ കോട്ട് തേച്ച് വെച്ചിട്ടുണ്ട്, മോനിപ്പിച്ചല്ലേ. പിന്നെ ഇവിടെ എന്റെ കാര്യങ്ങൾ നോക്കാൻ പഠിപ്പിക്കണം, നിന്നോടും കൂടിയോ പറഞ്ഞേക്കാം. നീ എന്തോ കാണിക്കുമായിരുന്നു രാവിലെ തന്നെ. എനിക്കറിയില്ലായിരുന്നു അമ്മേ. ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാത്രം നിന്നെ പോലത്തെ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽപ്പിച്ച്. വലിയ നിറവും ഇല്ല, തടിച്ചു ഉരുണ്ടിരിക്കുന്ന നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുത്തി നമ്മളിപ്പോ ആരാ? ആ പോയതേ നിന്റെ ഭർത്താവാ. അയാളുടെ കീഴിലായി നീ ജീവിക്കണ്ടേ. അപ്പൊ അയാൾ മറന്നതും മറക്കാത്തതും എല്ലാം നീ ഓർത്തു വെക്കണം. അല്ലാതെ ഷോക്കേസിൽ പാവയായി വെക്കാനല്ല നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. മനസ്സിലാക്കിക്കോ. അമ്മ പറ. അമ്മ, എനിക്കിവിടെ ശരിയാവണില്ല. ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇന്നേ കെട്ടി എന്നുള്ളതാണോ നിന്റെ ഉദ്ദേശം? അല്ലമ്മ,
ഇവര് നമ്മളെ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടെന്നറിയോ? പണക്കാരുടെ വീടായാലും അങ്ങനൊക്കെ തന്നെയാ മോളെ. നമ്മളങ്ങ് കണ്ണടച്ച് കൊടുത്താ മതി. എന്തു പറഞ്ഞാലും നീ തമ്പ്രാശ്ശേരി സഞ്ജയുടെ ഭാര്യയല്ലേ ഇപ്പൊ? അത് ഓർത്ത് സമാധാനിക്കും. ഈ കല്യാണം നമ്മളെ കയ്യിലുള്ളതെല്ലാം കൊടുത്താക്കി വെച്ചതാ. നീ ആയിട്ടത് നശിപ്പിക്കരുത്. അമ്മയാൾ ഇന്നെ തല്ലി. ആ, നീ എന്തെങ്കിലും ഒപ്പിച്ചു കാണും, അല്ലാതെന്താ? അയാളുടെ കോട്ട് തേക്കാത്തതിനമ്മേ. നീയല്ലേ അവന്റെ ഭാര്യ, നീയല്ലേ ദേഷ്യം കൊടുക്കേണ്ടേ? ഭർത്താവ് ദേഷ്യം വരുമ്പോ രണ്ടടി തന്നൊക്കെ വരും. അത് സ്നേഹം കൊണ്ടാ. നോക്കിക്കോ, അവൻ എന്തെങ്കിലും ഇതിന് പകരമായിട്ട് ചെയ്യും. നീ ഇപ്പൊ പോയി ചെല്ല്, കുറെ പണിയൊക്കെ എടുക്കാനുണ്ട്. ശരി. ആരോടായിരുന്നു ഇത്രയും പറച്ചല്? അമ്മേനെ വിളിച്ചതാ. ഈ കുടുംബത്തില് വീട്ടു ജോലി കഴിഞ്ഞ് വിളിയും ചിരിയൊക്കെ ഉള്ളൂ. ഓർമ്മിപ്പിച്ചേക്കാം. ഒന്ന് കിച്ചൺ വൃത്തിയാക്ക്. അത് കഴിഞ്ഞ് കുറെ പച്ചക്കറികൾ അരിയാനുണ്ട്. ഏട്ടൻ വന്നു. നീ കിടന്നില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അല്ല, ഞാൻ ഫുഡ് എടുത്ത് വെക്കാൻ. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നിനക്ക് വേണേ കഴിക്കാം. വലിയ നിറവും ഇല്ല, തടിച്ച് ഉരുണ്ടിരിക്കുന്ന നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുത്തി നമ്മളിപ്പോ ആരാ? അല്ല, വേണ്ട. നമുക്കൊരു ഡ്രസ് ഇത് രാവിലെ സംഭവിച്ചതിന്. പക്ഷെ ഇനി മേലാ തെറ്റ് ആവർത്തിക്കരുത്. ഏട്ടാ, എന്താ? അത് എനിക്ക് ജോലിയുടെ കാര്യം സംസാരിക്കാനായിരുന്നു. ജോലിയോ? ഞാൻ ഈ വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്നത് പോരെ നിനക്ക്? ഇനി നീയായിട്ടുണ്ടാക്കിയിട്ട് എന്തിനാ? നല്ല പെമ്പിള്ളേർ അടുക്കള വരികയും വീട് വരിക്കാൻ എവിടെ ചുണയിൽ ആൺകുട്ടിയായിട്ട് ഞാനുണ്ട്. മനസ്സിലായോ? എന്താ അമ്മേ? ബാക്കിയുള്ള 25 പവൻ എപ്പോ കിട്ടും? അതെനിക്കറിയില്ല അമ്മേ. എന്നാ മോളൊരു കാര്യം ചെയ്യും. ഇന്ന് നിനക്ക് ഊണില്ല. ഇന്നെനിക്ക് എന്റെ സ്വർണം കിട്ടുന്നു. അന്നേരം മോൾ കഴിക്കാൻ തുടങ്ങിക്കോ. അയ്യോ അമ്മ, അങ്ങനെ പറയല്ലേ. നിന്നെ ഇവിടേക്ക് ദത്തെടുത്തതല്ല, പറഞ്ഞേക്കാം. ഇനി എന്റെ നല്ല മനസ്സുണ്ട്. നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം. എനിക്ക് വേണ്ടത് കിട്ടിയില്ലല്ലേ, അറിയാലോ. അമ്മ, എന്താടി? ബാക്കി 25 ചോദിക്ക. ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തില്ല എന്നെ പട്ടിണിക്കിടുന്ന പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യില്ല. അവർക്കൊരു അത്യാവശ്യം വന്നത് കൊണ്ടായിരിക്കും. മോള് 3 ദിവസം കഴിഞ്ഞ് വിളിക്ക്. ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ടേക്ക് വരാം. ഏട്ടാ, നീ ഇവിടെ ആരോടെ എണ്ണരിച്ചിരിക്കുകയായിരുന്നു? അമ്മയായിരുന്നു ഏട്ടാ. അത് ബാക്കി 25 പവന്റെ കാര്യം പറയാനാ. അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ. ഏട്ടാ, അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഏട്ടാ, അത് അമ്മ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ പൊന്നു കൊടുത്തില്ലേ എനിക്കിവിടെ ഭക്ഷണം കിട്ടില്ലെന്ന്. വിദ്യ, ഞാനൊരു കാര്യം പറയാം. എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. നിന്റെ വായിൽ നിന്ന് ഇനിയും ഇങ്ങനെ വന്ന എന്റെ ഈ 5 വിരലുകളുടെ ചൂട് നീ അറിയും. ഞാൻ എന്തിനാ നിങ്ങളുടെ അമ്മക്കെതിരെ പറയണേ? എനിക്ക് എന്ത് കിട്ടിയിട്ടാ? ശ്രീധനത്തിന്റെ ബാക്കി ചോദിച്ചിട്ടാ എനിക്കിങ്ങനെ. കണക്കായിപ്പോയി. ഇങ്ങനത്തെ വീട്ടിലേക്ക് വരുമ്പോ നിന്നെയൊക്കെ തീറ്റി പോറ്റണേല സ്ത്രീധനം തന്നെ വേണം. ആരാ? മോനെ, ഓ, അമ്മയായിരുന്നു. നിങ്ങള് വഴക്ക് കൂടുന്നത് കേട്ട്. അമ്മ ഇവിടെ പട്ടിണി കിടന്നെന്ന് വല്ലതും പറഞ്ഞോ? അയ്യോ മോനെ, എന്തൊക്കെയാ മോനി പറയണേ? നമുക്ക് മറ്റേ ഓഡിറ്റോറിയത്തിന്റെ കാശ് കൊടുക്കാൻ എന്റെ കയ്യിലില്ലായിരുന്നു. അപ്പോ മോളോട് ഞാൻ ബാക്കിയുള്ളതും കൂടി തരുമെന്ന് ചോദിച്ചതാ. ആണല്ലേ? മോനെ, എന്ത് പറ്റി? ഇല്ല അമ്മ, എവിടുന്നോ കേട്ടത് ചോദിച്ചതാ. അമ്മ പശുവിന് പോയിറങ്ങും. സഞ്ജയേട്ടാ, മോള് ഞാൻ സത്യം പറയണേ. പാവത്തിനെ കുറിച്ച് നിനക്ക് പറയാൻ കിട്ടുള്ളൂ. ചെപ്പുമോളെ, ഏട്ടാ പ്ലീസ് എന്നെ വിശ്വസിക്ക്. എന്റെ അമ്മക്ക് പകരം ഇന്നലെ കയറി വന്നോടെ ഞാൻ വിശ്വസിക്കണം? നീ അങ്ങനെ മനസ്സിലാക്കണം മോളെ. ഇന്നലെ എനിക്കിട്ട് പാര വെക്കാൻ നോക്കിയതാണോ മരുമകളെ? മുഖം കാണുമ്പോഴേ അറിയാം നല്ല രീതിയിൽ അവൻ തന്നിട്ടുണ്ടല്ലേ. ഇനി മനസ്സിലാക്കിക്കോ, ഈ വീട് ഭരിക്കുന്നത് ഞാൻ. ഈ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ കൈ പിടിക്കുള്ളില്ല, പറഞ്ഞേക്കാം. മോളിപ്പോ അടുക്കള വെച്ചില്ല, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വാങ്ങിക്കൂട്ടും. അമ്മേ, ആ എന്റെ മോള് വന്നോ? എന്റെ ചക്കരക്കുട്ടി ഉണ്ടായിരുന്നോ? എന്ത് ചെയ്യാനമ്മേ, ജോലി തിരക്കായിപ്പോയി. അവനെന്തേ കല്യാണത്തിനെ വരാൻ പറ്റിയില്ല. അവൻ ജോലിക്ക് പോയി കാണും. നാത്തൂനോ? ആവോ, അവിടെ എവിടെയെങ്കിലും കാണും.
ഞാൻ നോക്കട്ടെ. എന്തിനാടി കേറിയ പാടെ ഒന്നും മര്യാദക്ക് വീട്ടിൽ കയറില്ല. ഇപ്പൊ നിന്റെ റൂമൊക്കെ മാമൻ ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ എന്റെ കൂടെ ആര് കളിച്ചു? അതിന് പുതുമാമി ഇല്ലേ? എനിക്ക് പഴയ മാമിയെ ഇഷ്ടായിരുന്നു. പക്ഷെ പഴയ മാമി പോയി. അതുപോലെ പുതുമാമി പോവോ? അറിയില്ല. വാതി വരൂ. ചായ അവിടെ വെച്ചേക്കും. അല്ല, നിങ്ങളായിരുന്നു പുതിയ? ഞാൻ വിദ്യ, സഞ്ജയേട്ടന്റെ. ഓ, നാത്തൂനായിരുന്നു. അയ്യോ സോറി, ഈ കോലം കണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. സോറി കേട്ടോ. സാരില്ല. ആരമ്മേ? മോളുടെ മാമിയാ. ഓ, പുതുമാമിയാ? ഹായ്. എന്റെ മോളാ ശിവന്യ. ഞാൻ ശ്രീയ. ഓ, എനിക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അയ്യോ, എനിക്ക് കുറെ പണികളുണ്ട് അടുക്കളയില്. അതിനൊക്കെ ഇവിടെ വർക്കേഴ്സ് ഇല്ലേ? ഇല്ല. 4 വർക്കേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ ഇവിടെ ഞാൻ മാത്രമേ പണിയെടുക്കാനുള്ളൂ. നാത്തു നിക്ക്. കുറച്ച് കഴിഞ്ഞ് നാത്തോരെ കാണുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് അമ്മ വന്നോളൂ. വിദ്യേ, വിദ്യേ, അവളെവിടെ ഉണ്ട്? അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. വേണേ അമ്മ ഇങ്ങോട്ട് വാ. എന്താ മോളെ മച്ച? ഓ, നീ ഇവിടെയായിരുന്നോ? അടുക്കളയിലാ മാറ്റി ചേച്ചിൽ ആര് കഴുകും? ആരുടെ എച്ചിൽ? ഇന്ന് രാവിലത്തേത്. എച്ചിൽ കഴിക്കാനാണ് ഇവളുടെ കയ്യിൽ 75 പവൻ ശ്രീധരൻ വാങ്ങിച്ചേ. ഇതൊക്കെ ഇവിടുത്തെ നാട്ടു നടപ്പ. അമ്മയ്ക്ക് നാണുണ്ട് ഒരു കുട്ടി ഒറ്റയ്ക്ക് ഈ വീട്ടിലെ ഫുൾ പണിയും ചെയ്യിപ്പിച്ചിട്ട് നിർത്താൻ? അതും ഈ സ്ത്രീധനം വാങ്ങിച്ചിട്ട്. ഓ പിന്നെ അവള് മുഴുവൻ ഒന്നും തന്നിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. നാട്ടിലെ പേരെടുത്ത തമ്പ്രാശ്ശേരി തറവാട്ടിലെ ആൾക്കാർക്ക് കഴിയുന്ന ഈ പാവ പെൺകുട്ടിയുടെ സമ്പത്ത് തന്നെ വേണോ? ഇവളെ വെറുതെ തീറ്റി പോറ്റാനൊന്നും അല്ലോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്റെ ശിവേട്ടനാണ് ഇതൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സഹിക്കും? ചേച്ചി വേണ്ട. അത് വേറെ ഇത് വേറെ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാവം ഈ പെൺകുട്ടി ഇവിടെ പെട്ടുപോയതാണെന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ അവളും പോയെ. ശ്രീയ, എന്റെ മകനെ പറ്റി അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, സത്യാവസ്ഥയാണ് നടന്നത്. അമ്മയ്ക്ക് എത്ര കാലം വേണമെങ്കിലും അത് തളച്ചു വെക്കാൻ കഴിയായിരിക്കും. പക്ഷെ സത്യം തന്നെ പുറത്തു വരും. ആ എണ്ണം കിട്ടവള് പോയതിന് എന്റെ കുട്ടിയല്ല പറയേണ്ടത്. അടി ഉണ്ടാക്കാനാണ് നീ ഇവിടെ വന്നതെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. ഈ കുട്ടി ഇത്രയായിട്ട് ഇവിടെ നിന്നേ ഇറങ്ങാത്തത് അവളുടെ മര്യാദയായോണ്ട്. ചേച്ചി വീട്ടിലേക്ക് ഞാൻ ഭക്ഷണം എടുത്തേക്കാം. നിങ്ങൾ താഴെ വരും. താൻ ഇരിക്കുന്നില്ലേ? നമ്മളൊക്കെ കഴിച്ച അവള് കഴിക്കാറില്ല. അത്രക്ക് വിശക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന് കഴിക്കും. വിദ്യ, നീ ഇവിടെ ഇരിക്കും. ശ്രീയ, എന്റെ മകൾ കൂടി ഇത് കാണുന്നുണ്ട്. അവന് നിങ്ങളെപ്പോലെ കന്നിച്ചവരെയില്ലാതെ വളർന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. വിദ്യ ഇരിക്കെ. വേണ്ട ചേച്ചി, എനിക്കിപ്പോ വിശപ്പില്ല. നിങ്ങൾ ഇരിക്കേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇരിക്കെ, എന്നിട്ട് കഴിക്കേ. യു ആർ നോട്ട് എ മെയ്ഡ്, യു ആർ എ മെമ്പർ ഓഫ് ദിസ് ഹൗസ്. മൈൻഡ് ഇറ്റ്. ഓൾസോ എപ്പോഴും ഇവരൊക്കെ പറയുന്നത് കേട്ടിരിക്കണം എന്നൊന്നുമില്ല. എന്താ അമ്മ? എന്റെ മോളായത് കൊണ്ടാ ഞാൻ ഇത്ര നേരം മിണ്ടാതിരുന്നത്. അവളുടെ താളത്തിനെങ്ങാണ്ടും നീ തുള്ളിയെന്ന് ഞാൻ അറിഞ്ഞ. നീ വന്നോ? ഇതാര്? ചേച്ചിയെ പറ്റി ഞാനിട്ടൊരു 10-30 വർഷമായി. കൂടി എപ്പോ തിന്നാറ? രാവിലെ ഒരു 11:30 ഒക്കെ ആയപ്പോ എത്തിയതാ. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. സഞ്ജയ്, അവളുടെ മേലെ നിന്ന് കൈമാറ്റം. നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതെന്റെ കാര്യമാണ്. അതിലുപരി അവളൊരു മനുഷ്യനാണ്. നീ അവളുടെ മേലെ നിന്ന് എപ്പോ കൈമാറ്റിയില്ല എന്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ പോലീസിന് കൊടുക്കും. എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം എന്താന്ന്? ആ പെണ്ണിന്റെ ദേഹം മുടിയൊക്കെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും, അല്ലാതെന്താ? എന്റെ വാച്ചിട്ട് നോക്കിയതാ. കണ്ടോ? അവനോട് ചോദിക്കാതെ അവന്റെ സാധനം എടുത്തത് കൊണ്ടാ, അല്ലാതെന്താ? അപ്പൊ അവളോട് ചോദിക്കാതെ അവനവളെ ദേഹത്ത് കൈവെക്കാറില്ലേ? ആണുങ്ങളായാൽ ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നിട്ട് അച്ഛൻ അമ്മയുടെ ദേഹത്ത് എപ്പോഴും കൈവച്ചിട്ടുണ്ടോ? പറയില്ല. അതിന് നിങ്ങളുടെ ഏക സമ്മതിക്കില്ലല്ലോ. പിന്നെ സഞ്ജയ്, നീ ഇപ്പോഴും ചോദിക്കാറില്ലേ എന്തുകൊണ്ടാ പ്രിയ നിന്നെ ഇട്ടിട്ട് പോയെന്ന്? നമ്മുടെ അമ്മ ഒരൊറ്റ ആള് കാരണം തന്നെയാണ്. ആ 200 പവൻ മതിയാവില്ല അത്രേ. അവളെ വീട്ടിൽ ഫുള്ള് നരകിപ്പിച്ച് അവൾക്ക് സഹിക്കാൻ വയ്യാതെയാണ് അവളുടെ അർഹതപ്പെട്ട 200 പവനുമായിട്ട് അവള് പോയത്. പക്ഷെ ലോകത്തിന് അവളിപ്പോഴും പേഴ്ചവളാ. ആരുടെ കൂടെ അവള് ഓടിപ്പോയിട്ടില്ല. പോയതേ നിന്റെ അടുത്തുനിന്ന് മാത്രമാണ് നീ. നിർത്തടി, കൊറേ നേരായാലോ നിന്റെ അധിക പ്രസംഗം. അതെ, നിനക്ക് അമ്മയെ കുറിച്ച് പറയാൻ നാണമുണ്ടോ? ആരോടായി ഞാൻ പറയുന്നത്? പോത്തിനോട് വേദമൊന്നും പോലെ. ഞാൻ നാളെ രാവിലെ ഇറങ്ങാൻ പോവാ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടു തന്നെ എന്റെ മൂടൊക്കെ പോയി. പിന്നെ ഇനി ഇവളുടെ മേലെ കൈവച്ച
അമ്മയും മകനും പോലീസിന്റെ കീഴിലാണ്. ഞാൻ അമ്മ അനിയെന്നൊന്നും നോക്കത്തില്ല, പറഞ്ഞേക്കാം. പിന്നെ വിദ്യ എന്ന് എന്റെ കൂടെ കിടക്കും. ചേച്ചി വേണ്ട ചേച്ചി, എന്തിനാ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ? പറഞ്ഞ് ജയിച്ചേ പറ്റും മോളെ. ഇല്ലേടേ ഇവരൊക്കെ തലേക്കറി നിരങ്ങി നമ്മളെ പാതാളം വരെ എത്തിക്കും. നീ ഇപ്പൊ ഇവിടെ കിടന്ന നാളെ നീ ജീവനോടെ തന്നെ ഉണ്ടാവാന്ന് സംശയം. നീ വാ. വിദ്യ, നീ ഇതിനെ കുറിച്ചൊന്നും വീട്ടുകാരോട് പറഞ്ഞില്ലേ? ഈ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ പേര് കേട്ട കുടുംബത്തിലേക്ക് കാല് വെപ്പിച്ചത് ഞാനായിട്ട് നശിപ്പിക്കരുതെന്ന വീട്ടുകാരുടെ വാദം. ഒരു പ്രശ്നം വന്നാൽ, ഒരു വിഷമം വന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല. ഭർത്താക്കന്മാരെ ദൈവത്തെ പോലെ കാണുന്നെന്നൊക്കെയാ എന്റെ വീട്ടുകാർ പഠിപ്പിച്ച്. ഇത് ദൈവമാ എല്ലാ രാത്രി എങ്ങനെ ഇട്ട് പീഡിപ്പിക്കാറ്. അമ്മായി അമ്മയെ അല്ല, മറിച്ച് അമ്മയായി തന്നെ അമ്മായിമ്മനെ കാണണം. പക്ഷെ മരുമകളായി ഇവിടെ കയറി വന്ന ഞാൻ ഇവരുടെ ചിലവിന് കഴിയുന്നൊരു വെറും ഒരു വേലക്കാരി. വേലക്കാരിക്ക് ഇത്തിരി പൈസ എങ്കിലും കിട്ടും. പക്ഷെ എനിക്ക് ഉണ്ടാൻ മര്യാദക്ക് ഇത്തിരി ചോറ് പോലും തരാറില്ല. ഈ വീട്ടില് ഇറച്ചി, മീന് ഇതൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇന്നലത്തെ കറികളല്ല എന്റെ ഭക്ഷണം, അതിലേ ഒതുങ്ങാറുള്ളൂ. ഈ വീട്ടില് പട്ടിക്ക് വരെ എന്റെ കട വില ഇവിടെയുണ്ട്. ബാക്കി സ്ത്രീധനം കൊടുത്തില്ലേ എനിക്ക് കിട്ടുന്ന ഈ ചോറ് പോലും തരത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോ അയാളെന്നെ ഒത്തിരി തല്ലി. ഒരു ജോലിക്ക് പോവാൻ അയാൾ സമ്മതിക്കുന്നില്ല. അടിമക്ക് തുല്യം. നിനക്ക് ഇവിടുന്ന് പൊക്കൂടെ? വീട്ടുകാർക്കും വേണ്ട, എഴുത്തുകാർക്കും വേണ്ട. എനിക്ക് മര്യാദക്ക് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എവിടുന്ന് തുടങ്ങുന്നു? 6 മാസം നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂ. അപ്പോഴേക്കും ഞാൻ ജോലി ഒപ്പിച്ചു തരാം, ഒരു ചേച്ചി എന്ന നിലയിൽ. പക്ഷെ 6 മാസം ഇപ്പൊ 1 മാസം ആയില്ലേ ചേച്ചി? ഇനി 6 മാസം അങ്ങനെ പൊക്കോളൂ. നിത്യ, ഞാൻ ഈ കല്യാണം പരമാവധി നിർത്തിക്കാൻ നോക്കിയതാ. നിന്റെ വീട്ടുകാർക്ക് പല മെസ്സേജസ് അയച്ചതാ. പക്ഷെ എന്നിട്ടും സാരല്ലേ ചേച്ചി, ഒഴിയാവാതെ നിൽക്കുന്ന പോലെയായിരുന്നു എന്റെ വിവാഹം. ഒരു പക്ഷെ ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരെ നല്ലയാളെ തപ്പി എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടേനെ. നാട്ടുകാരുടെ മുന്നിൽ പ്രൗഢി തെളിയിക്കാൻ മാത്രമായുള്ളൊരു വസ്തു. എന്റെ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെന്ത് പറ്റി? എനിക്കെല്ലാം എന്റെ ഏട്ടൻ ഉണ്ടായിരുന്നു. എനിക്കെന്നെ കോളേജ് 2nd ഇയർ വരെ പഠിപ്പിച്ചത് എന്റെ ഏട്ടൻ തന്നെ ജോലി ചെയ്തുണ്ടാക്കിയ കാശുണ്ട്. ഏട്ടനൊരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ കാരണം കൊണ്ട് എന്റെ വീട്ടുകാർ എതിർത്തു. അതുകൊണ്ട് ഏട്ടൻ 6 മാസം മുന്നേ ഏട്ടത്തിയുടെ കൂടെ പോയി. അതോടെ എന്റെ സന്തോഷം ഇവിടെ തീർന്നു. പിന്നെ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു. നില്ലേട്ടനെ നമുക്ക് വിളിച്ചൂടെ? എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ വെച്ച്? അന്നത്തെ ആ ഫോൺ നമ്പർ പോലും നിലവിലില്ല എന്നാ പറഞ്ഞേന്ന്. നമുക്കൊരു വഴിയാക്കാം. 6 മാസത്തേക്ക് നിന്നെ കൊല്ലാതേക്കാനുള്ള സാമഗ്രികളൊക്കെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. പിന്നെ നീ അങ്ങനെ കുഞ്ഞിഞ്ഞു കൂടിയിരിക്കാതെ പ്രതികരിക്കുക കേട്ടോ. അമ്മ, ഞാൻ പോവാ. മോളെ, അമ്മയോട് ബൈ പറ. Bye, Amumma. Amma, what happened to Amumma? പുള്ളിക്കാരി പിണങ്ങി നിൽക്കാം. ഇറ്റ്സ് ഫൈൻ, ലെറ്റ്സ് ഗോ. പിന്നെ സഞ്ജയ്, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മിച്ച നിനക്ക് കൊള്ളാം. ആൻഡ് വിദ്യ, ഞാൻ പോട്ടെ മോളെ. ശരി ചേച്ചി. Bye, Padmani. ബൈ വാവേ. അവിടെ നിന്റെ തുള്ളിത്തത്തിന് ചൂട്ട പിടിച്ചെന്ന് വെച്ച് വെറുതെ നീ തുള്ളാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. ഇപ്പോ പോയി പണിയെടുക്കണേ. ഇവളെ കൊണ്ട് മോനെ, അവളുടെ ഉള്ളിലൊരു തീക്കനലിട്ടിട്ടാ എൻ്റെ മോൾ ഇവിടുന്ന് പോയത്. അത് നമ്മൾ ആരെ അറിയിക്കാതെ കെടുത്തണം, അല്ലെങ്കിൽ വിദ്യ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എങ്ങനെ? അവളൊരമ്മയാവണം. അന്നേരം കുഞ്ഞിന് അച്ഛനില്ല എന്ന പേര് വരാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കും. എന്നാലേ ഇവളൊക്കെ നിന്റെ കീഴിൽ നിൽക്കും. ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നാൽ പിന്നെ ഇവളൊന്നും അങ്ങനെ പോവത്തില്ല. കാര്യങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം. നിനക്ക് ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷേ ഇത് ചെയ്തേ പറ്റുള്ളൂ മോനെ. ആരുടെ കൂടെ അവിടെ ഓടിപ്പോയിട്ടില്ല. പോയതേ നിന്റെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ. ആരുടെ കൂടെ അവിടെ ഓടിപ്പോയിട്ടില്ല. പോയതേ നിന്റെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ. പോയതേ നിന്റെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ.
Priya. I miss Priya. I want to see her. ആൻഡ് യെസ്, മുങ്ങിയ ഞാൻ വീണ്ടും പൊങ്ങിയിരിക്കുകയാണ്. അപ്പം ഇത് സീരീസ് അല്ല, ഒരു 2 ഷോട്ടിൽ തീർക്കുന്ന സാധനമാണ്. 2 ഷോട്ട്, യെസ്, സെക്കൻഡ് പാർട്ട് ആകുമ്പോഴേക്ക് സാധനം തീർന്നതായിരിക്കും. ഞാൻ ഇതെന്താ ഇട്ടേന്ന് വെച്ചാൽ 2 വേൾഡ്സിൻ്റെ ഇടയിലും പിന്നെന്താ കുറേ 1 ഷോട്ടുകളുടെ ഇടയിലും ഈ സാധനം എന്തുകൊണ്ട് ഞാൻ ഇട്ടുമെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊരു ഞാൻ ഈ സ്റ്റോറി എഴുതാൻ തുടങ്ങിയത് ഈ കേസുകൾ, അതായത് ഡൗറി കേസ്, മാരിറ്റൽ റേപ്പ് കേസസ്, ഡൊമസ്റ്റിക് അബ്യൂസ് കേസസ്, ഇതൊക്കെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സൂയിസൈഡ്സ് കേരളത്തിൽ ഇപ്പോൾ കൂടി വരുന്ന ട്രെൻഡ് പോലെയാണ്. എന്താണ് ഈ ഡൗറി അബ്യൂസും ഡൊമസ്റ്റിക് അബ്യൂസും ഈവൻ മാരിറ്റൽ റേപ്സൊക്കെ സംഭവിച്ചിട്ട് എത്രയോ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസുകൾ ലൈക്ക് കൺസിക്യൂട്ടീവ്ലി 2 ആഴ്ച അടുപ്പിച്ചാണ് ഇങ്ങനത്തെ കേസുള്ളൊരു 3-4 വന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വന്നതുകൊണ്ട് പിന്നെ എനിക്കെന്തോ ഇങ്ങനത്തെ ഒരു കഥ എഴുതാണ്ടിരിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാൻ കുറേ ആൾക്കാരിപ്പോഴും ഈ സൊസൈറ്റിയിൽ തന്നെ കുറേ ആൾക്കാരിപ്പോഴും ഈ മാരിറ്റൽ റേപ്പും ഈ ഡൊമസ്റ്റിക് അബ്യൂസൊക്കെ ഇപ്പോഴും നോർമലൈസ് ചെയ്ത് പറയുന്ന കൂട്ടർ കുറേ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്ത്രീകൾ ഇട്ട് റീലിൻ്റെ കമൻറ്റിൻ്റെ താഴെ അവരെ കളിയാക്കിക്കൊണ്ടുള്ള കുറേ കമൻസ് ഞാൻ കണ്ടു. അതായത് ഇവർക്ക് കരഞ്ഞ് മെഴുകാൻ മാത്രം കമൻറ്റ് ബോക്സ്, ഈ ഒരു പെൺകുട്ടി മരിച്ചാൽ മാത്രമേ ആ പെൺകുട്ടിക്ക് ഒരു വിലയുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി ആ ഒരു അബ്യൂസിൽ നിന്ന് രക്ഷപ്പെടാൻ ഡൈവേഴ്സ്ഡ് ആയാൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കും. അതായത് അത് നാണക്കേടാണ്. പിന്നെ അത് ഏലുമണിക്ക് വേണ്ടിയിട്ടാണ്. ഏലുമണിയൊക്കെ എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്തോളൂ, അറിയാത്തവർക്ക്. ഏലുമണിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനത്തെയൊക്കെ കറയായിട്ട് പറയുന്നവർ എത്രയോ പേരുണ്ട്. ലൈക്ക് ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടി അനുഭവിച്ച സഫറിങ്സും ഇതൊക്കെ, അതാണായാലും പെണ്ണായാലും എല്ലാവരും മൈൻഡാക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം അവൾ ഡൈവോഴ്സ്ഡോ അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റഡോ ആയാൽ സൊസൈറ്റിയുടെ മുമ്പിൽ കളിയാക്കപ്പെടുന്നൊരു വസ്തു മാത്രമേ ആവുന്നുള്ളൂ എന്നാണ് ഞാൻ കണ്ടുപിടിച്ചൊരു തിയറി. സോ ഇപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരാളെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഈ FFയിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഇതായിരിക്കും എന്നാണ് ഐ വിൽ ബി ഓക്കെ. ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സന്തുഷ്ടയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ FF ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് 2 വേൾഡ്സ് എവിടെ, ഇഷ്ദേവിൻ്റെ സ്പെഷ്യൽ പാർട്ട് തരുമോ, അല്ലെ സീക്രട്ട് ഹസ്ബൻഡ് സ്പെഷ്യൽ പാർട്ട് തരുമോ എന്ന് ചോദിക്കുന്നവർ കുറേ ഉണ്ട്. ഞാൻ ആക്ച്വലി കുറച്ച് ബിസി ആയിപ്പോയി, കോളേജിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് 3rd ഇയർ ആയി. സോ പ്രൊജക്റ്റ് അങ്ങനത്തെ കിണ്ടിയൊക്കെ കുറേ മാങ്ങാത്തുലി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി ബിസി ആയിപ്പോയി. പിന്നെ ഓണമൊക്കെ അല്ല, കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇത് വേണേൽ എനിക്ക് ഒരൊറ്റ പാർട്ടാക്കായിരുന്നു. പക്ഷെ ഒരൊറ്റ പാർട്ടാക്കി കുറേ ദിവസം എടുക്കും. അപ്പോൾ നിങ്ങൾ കുറേ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 2 ഷോട്ടാക്കാമെന്ന് വെച്ചത്. സോ ആൻഡ് ഇതിൽ ഞാൻ നമ്മുടെ കുക്കൂസിനെ ഞാൻ വില്ലനാക്കിയിട്ടുണ്ട്. അവനെ ക്യാരക്ടറായിട്ട് മാത്രം കാണുക. ഓക്കെ, ജിക്കുക്കിനെ ക്യാരക്ടേഴ്സായിട്ട് കാണുക. ഈവൻ തേക്കുക്കിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരെയും ക്യാരക്ടേഴ്സായിട്ട് തന്നെ കാണുക. അല്ലാതെ നിങ്ങൾ ഹെയ്റ്റ് കമൻറ്റ്സ് വന്നാൽ മക്കളെ നിങ്ങൾ എഴുതലേ ഉണ്ടാവും. കമൻറ്റ് കിട്ടിയ പക്ഷം ഞാൻ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ചേച്ചി അന്നേരം ഇത് ചെയ്യുമോ, ഈ ഷിപ്പ് ചെയ്യുമോ, അപ്പം ഞാൻ ജീക്കുക്ക് ഏതാണ് തേക്കുക്ക് ഇടുക ചേച്ചി, അല്ലെങ്കിൽ തേക്കുക്ക് ഇട്ടാൽ ജീക്കുക്ക് ഇടുക ചേച്ചി അങ്ങനെ ചോദിച്ച് വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇടേണ്ട സമയത്ത് ഞാൻ ഇട്ടോളും. ഓക്കെ, 2 വേൾഡ്സ് വരും. 2 വേൾഡ്സിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ആക്ച്വലി എനിക്ക് ട്യൂബൽസിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് അറിയാം. എനിക്ക് നടുപ്പുറം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണുള്ളത്. അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് തീർക്കും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ. അപ്പോൾ ഈ സാധനം കംപ്ലീറ്റ് ആണല്ലോ, അപ്പോൾ ഞാൻ പോട്ടെ, ബൈ.